നീ നോക്കിയടാ. ഞാനിപ്പോൾ ഹായ് ഗൈസ്, റാവത്തുള്ളോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു വീക്കെൻഡ് ഒക്കെ അല്ലേ, അപ്പോൾ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ഇരുന്നപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചൊരു സ്ഥലത്തേക്ക് പോവാണ്. മാമ്പഴത്തറ വരെ പോവാണ്. ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. ഫോറസ്റ്റ് ഏരിയയും പിന്നെ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ റബ്ബർ എസ്റ്റേറ്റ്, അത് ലീസിന് കൊടുത്ത് ഗവൺമെൻറ് പ്രോപ്പർട്ടി ലീസിന് കൊടുത്ത കുറച്ച് ഏരിയയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ അത്യാവശ്യം നല്ലൊരു വൈബും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു നല്ലൊരു വ്യൂ പോയിന്റും കാര്യങ്ങളും കുറേ ഹില്ലി ആയിട്ടുള്ള പ്ലേസ് ഒക്കെയാണ്. ഞായറാഴ്ചയൊക്കെ ആയിട്ടിരുന്നപ്പോഴാണ് ഫ്രണ്ട്സ് വിളിക്കുന്നത് നമുക്കെന്നാൽ അവിടെ വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചത്. അപ്പം വൈകുന്നേരം ചുമ്മാ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അവിടോട്ട് ഇറങ്ങുകയാണ്. അപ്പം അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പം വീഡിയോയിലേക്ക് പോകാം നമുക്ക്. അപ്പോൾ നമുക്ക് ഈ റോഡ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് അധികം ആൾതാമസമുള്ള ഏരിയ ഒന്നുമല്ല, ഫോറസ്റ്റ് ഏരിയ ആണ്. പിന്നെ ഇവിടെ താമസക്കാരുള്ളതെന്ന് പറഞ്ഞ് ഈ എസ്റ്റേറ്റിൽ ജോലിക്കാർ മാത്രമാണ് ഇവിടെ താമസക്കാരായിട്ടുള്ളത്. അല്ലാത്തവർ ഭയങ്കര തീരെ കുറവാണ് ഇവിടെ ഏരിയയിൽ താമസക്കാരുള്ളത്. പിന്നെ ഈ ഏരിയയിലൊക്കെ ആനയൊക്കെ ഇഷ്ടംപോലെ ഇറങ്ങുന്ന ഏരിയ ആണ്. വൈകുന്നേരം നൈറ്റ് 8 മണി കഴിഞ്ഞാൽ ഒന്നും കയറ്റി വിടത്തില്ലല്ലേ? അവിടെ നമ്മൾ വരുന്ന വഴിക്ക് നമ്മൾ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അവിടെ നിന്നൊന്നും കയറ്റി വിടത്തില്ല രാത്രി ആയി കഴിഞ്ഞാൽ. എന്താ പറഞ്ഞാൽ ഇവിടെ ആനയും കാര്യങ്ങളൊക്കെ. എന്തൊരു തെള്ളാടേ. അപ്പം ഇവിടെ ആനപ്പിണ്ടമൊക്കെ ഇഷ്ടംപോലെ കിടപ്പുണ്ട് പോകുന്ന വഴിക്കൊക്കെ. അത് ആനപ്പിണ്ടമല്ലേ? അല്ലേ, പുലിയെല്ലാം ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പം നമ്മൾ രാത്രി ഒന്നും ഇവിടെ പ്രൊഹിബിറ്റഡ് ആണ്. രാത്രി ഒന്നും കയറ്റി വിടത്തില്ല. നിങ്ങൾക്ക് ഏരിയ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇപ്പം നോക്കിയാൽ തന്നെ മനസ്സിലാവും ഈ സംഭവം ഫോറസ്റ്റ് ആണ്. ഇതെല്ലാം ഫോറസ്റ്റ് ഏരിയ ആണ്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് അങ്ങോട്ട് ചെന്നെത്തുമ്പോഴാണ് അവിടെ കുറേ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വരുന്ന വഴിക്കും ഉണ്ടായിരുന്നു. ഇനി അങ്ങ് നമ്മൾ അവിടെ എത്തുമ്പോൾ അവിടെ എസ്റ്റേറ്റും കാര്യങ്ങളുണ്ട്. അതൊക്കെ ഗവൺമെൻറ് പ്രോപ്പർട്ടി ലീസിന് 100 വർഷത്തേക്ക് ലീസ് അഗ്രിമെൻറ്റിൽ കൊടുത്തേക്കുന്നതാണ്. ഹാരിസൺ 80, പിന്നെ മറ്റേ ദേവസ്വം ബോർഡിൻ്റെ കുറച്ച് ഏരിയ ഉണ്ട്. അപ്പോൾ ഇത്രയും പേര് എസ്റ്റേറ്റുകളാണ് ഇവിടെ. അവരുടെ സ്വന്തമല്ല, ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്, അവർക്ക് ലീസിന് കൊടുത്തേക്കുവാണ്. അത് നമ്മൾ വിചാരിക്കുന്നതുള്ള ലീസല്ല, 100 കൊല്ലം 150 കൊല്ലം അങ്ങനെ ലീസിന് കൊടുത്തേക്കാണ്. അന്നത്തെ തുച്ഛമായ എമൗണ്ടിൽ ലീസ് അഗ്രിമെൻറ്റിൽ എടുത്ത പ്രോപ്പർട്ടിയാണ് ഇതൊക്കെ. ഇപ്പോഴും അവരുടെ അണ്ടറിൽ അവരുടെ സ്വന്തം പോലെ തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഫോറസ്റ്റ് ആണ്. ഇപ്പം നമ്മൾ എസ്റ്റേറ്റ് നമ്മൾ എത്താൻ പോകുന്നേ ഉള്ളൂ. അവിടെ ആയിട്ടില്ല. ഈ അവിടുത്തെ റോഡൊക്കെ ഇച്ചിരി കൂടെ ബെറ്ററാണ് അങ്ങോട്ട് പോകുന്ന ഏരിയയിൽ. ഇവിടെ ഉള്ളു ഇത്ര പ്രശ്നമായിട്ട് കിടക്കുന്നത്. ഇതെല്ലാം ഏറ്റവും കൂടുതൽ മറ്റേ പാമ്പുകളൊക്കെ ഉള്ള ഏരിയ ഇതല്ലയോ? ഇത് കണ്ടോ? ഇതാണ് ചെറുപ്പത്തി ശരീരം. വൃക്ഷങ്ങളെ കുറിച്ച് പറയടാ. അപൂർവമായ വൃക്ഷം തേക്ക് ഈട്ടി. ഹലോ ഗൈസ്, യൂട്യൂബ് ചാനൽ ആദ്യം തുടങ്ങാൻ പോകുന്ന 2 പേര് അടിയിരിക്കുന്നത്. സത്യം പറയാൻ വളരെ സന്തോഷമുണ്ട്. ആദ്യമായിട്ട് യൂട്യൂബിൽ നമ്മളെയൊക്കെ കാണിക്കുന്നത്. എന്തുകൂടാ റെക്കോർഡിംഗ് ആണ്. ആയുള്ള വീടുകളൊക്കെ ഇതൊക്കെയാണ്. ഈ ചെറിയ വീടുകളൊക്കെ കണ്ടില്ലേ? ഈ റോഡ് അത്യാവശ്യം നല്ല റോഡാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന റോഡ്. നമ്മളെ ഐറിഷ് ട്രെയിനും എല്ലാം ചെയ്തിട്ടേക്കാണ്, പക്കയായിട്ട് ഇട്ടേക്കാണ്. നേരത്തെ ഇവിടെ റോഡ് ഭയങ്കര മോശമായിരുന്നു. ഇപ്പോൾ നല്ല ഇവിടെ ഒരു സ്കൂളും ഉണ്ട്. ഇവിടെ ഒരു സ്കൂളില്ലയോ? അതെ, ഇവിടെ സ്കൂളും ഉണ്ട്. ഇതെല്ലാം ഇവിടെ ഈ എസ്റ്റേറ്റിൽ ജോലിക്കായിട്ട് വന്നവർ, പിന്നെ ചിലരൊക്കെ ഇവിടെ സെറ്റിലായവരാണ്. അങ്ങനെയാണ് കൂടുതലും ഇവിടെ താമസക്കാരെന്ന് പറയുന്നത്. അല്ലേ, ഇത് ഹാരിസൺസ്. അവൻ പറഞ്ഞ പോലെ തന്നെ ഹാരിസൺസ് പ്ലാന്റേഷൻസ്. ശരിയാടാ നീ പറഞ്ഞത്? കണ്ടില്ലേ, ഈ എസ്റ്റേറ്റാണ് ഞാൻ പറഞ്ഞ മൊത്തം ലീസിന് കൊടുത്തേക്കുന്ന എസ്റ്റേറ്റ്. ഇവിടുത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ജോലിക്കാരാണ് ഇവിടെ കൂടുതലും താമസക്കാരും കാര്യങ്ങളൊക്കെ വരാൻ കാരണം. ഇവിടെ ഈ ഏരിയയിൽ ഇതെല്ലാം ലീസിനുള്ള ഏക്കർ കണക്കിന് സ്ഥലമാണ് കൊടുത്തേക്കുന്നത്. ഫുള്ള് റബ്ബർ എസ്റ്റേറ്റ് ആണ് ഇവിടെ മൊത്തം. നമ്മളിവിടെ നേരത്തെ ഇടയ്ക്ക് വരുന്നതായിരുന്നു. നമ്മുടെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ട്, അവൻ്റെ കെയർ ഓഫിലാണ് വരുന്നത്. അല്ലാതെ ഇടയ്ക്കൊന്നും ഇവിടെ കയറ്റി വിടത്തൊന്നുമില്ല. കണ്ടില്ല, ഇവിടെ ഇപ്പം തന്നെ അത്യാവശ്യം നല്ലൊരു, ഇപ്പോൾ ഒരു ഏകദേശം ഒരു 3:30 സമയമാണ്. ഇപ്പോഴും
മഞ്ഞും മേളിൽ അത്യാവശ്യം നല്ലൊരു വൈബാണ് ഇവിടെ. ഇതെല്ലാം എസ്റ്റേറ്റാണ്. ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ പൈനാപ്പിൾ വെച്ചേക്കുന്ന മൊത്തം റബ്ബർ മുറിച്ചിട്ട് അതിൻ്റെ റബ്ബർ മുടിച്ചിട്ട് ഇപ്പം ഇത് നട്ടേക്കുവാണ്, പൈനാപ്പിൾ നട്ടേക്കുവാണ് ഇത് മൊത്തം. ഇതെല്ലാം ഹാരിസൻ്റെ പ്രോപ്പർട്ടിയാണ്. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തൊരു പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേ അവിടെ കണ്ടില്ലേ, അത് അവിടെ കുറേ താമസക്കാരുണ്ട്. അവിടെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അവിടെ കുറച്ച് താമസക്കാരുണ്ട്. അവരെല്ലാം മറ്റേ ഈ എസ്റ്റേറ്റിലെ ജോലിക്കാരാണ് അവിടുത്തെ താമസക്കാർ മൊത്തം. ഉണ്ടല്ലേ, നല്ല മഴ വരുന്നുണ്ട് കേട്ടോ, നല്ല കിടില മഴ വരുന്നുണ്ട് അവിടുന്ന്. അതിന് അത്രയും ഗ്യാപ്പ് ഇട്ടേക്കുന്നത് ഈ കുടുങ്ങി കിടക്കില്ല. അല്ല, അവിടെ മൊത്തം മഴ പെയ്യാണ്. മഴ കോടയല്ല, മഴ പെയ്തോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒന്നും കാണാൻ പറ്റാത്ത അവിടുന്ന്. ഇങ്ങോട്ട് മഴ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൈഡൊന്നും മഴ പെയ്യുന്നില്ല. ഇപ്പം ഇനി വരും മഴ. ഞങ്ങളപ്പം ചുമ്മാ ഇങ്ങോട്ടൊന്ന് കയറിയാണ് ഈ റോഡ്. ഇത് സത്യം പറഞ്ഞാൽ എസ്റ്റേറ്റ് റോഡാണ്. പ്രൈവറ്റ് വാഹനങ്ങൾക്കൊന്നും അങ്ങനെ കയറി വരാൻ പറ്റത്തില്ല. ഈ സൈഡ് മൊത്തം ഇത് കണ്ടില്ലേ, ഇതുപോലെ എസ്റ്റേറ്റ് റബ്ബർ എസ്റ്റേറ്റ് ആയിരുന്നു ഇത്. ഇതിപ്പം റബ്ബറെല്ലാം മുറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ പൈനാപ്പിൾ മൊത്തം നട്ടക്കുന്നത്. അത് തന്നെ ഇടവിള കൃഷി. പണ്ഡിതനാണ്. നല്ലൊരു ആംബിയൻസ് ഉണ്ട്, നല്ല സൈലൻസും. അത് തന്നെ, ഇവിടെ ഒന്നും മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതുപോലെ കാറ്റടിക്കുന്നുണ്ട്, നല്ല കാറ്റടിക്കുന്നുണ്ട്. അതുകൊണ്ട് മഴയൊക്കെ ഇവിടുന്ന് തന്നെ നല്ല ക്ലിയർ ആയിട്ട് കാണാം. ഫുള്ള് ഹില്ലി ആയിട്ടുള്ള ഏരിയയാണ്. സത്യം പറഞ്ഞാൽ ഈ ഏരിയയൊക്കെ ഒരു അങ്ങനെ ആർക്കും അറിയാവുന്ന ഒരു സ്ഥലമൊന്നുമല്ല. ഇവിടെ ഈ പരിസരവാസികൾക്കും പ്രദേശവാസികൾക്കും മാത്രം അറിയാവുന്ന ഒരു ഏരിയയാണ് ഇതൊക്കെ. അല്ലാതെ പുറത്തുനിന്നുള്ള ആരും അങ്ങനെയൊന്നും വരാറില്ല. നമ്മൾ ഈ മോസ്റ്റ്ലി ഈ കൊല്ലം ജില്ലയിൽ നിന്നുള്ളവർക്ക് അറിയത്തുള്ളൂ ഇതിനെ പറ്റിയൊക്കെ, ഈ ഏരിയയെ പറ്റി. അങ്ങനെ അല്ലാതെ ടൂറിസ്റ്റ് ഏരിയ ആയിട്ടുള്ള സ്ഥലമൊന്നുമല്ല. ഇതോ മയിൽ ഓടിപ്പോന്ന കേട്ടോ. മതി. ഇതൊക്കെ ഇവിടെ എപ്പോഴും കാണുന്ന ഐറ്റമാണ്. ഇത് ആൺമയിലാണ് കേട്ടോ. ഇവിടെ നിർത്തിക്കടാ. ഇവിടെ ഇപ്പം ഇഷ്ടം പോലെ കാണാം. നമുക്ക് റോഡ് സൈഡിലൊക്കെ പോകുമ്പോഴും നമ്മൾ വണ്ടിയിൽ അങ്ങോട്ടൊക്കെ പോകുമ്പോഴും അല്ല, അത് മേളിലോട്ട് 2 എണ്ണം ഉണ്ടായിരുന്നു. ഒരെണ്ണം കൂടെ നിൽപ്പുണ്ടായിരുന്നു. 2 ആൺമയിലായിരുന്നു. ഉണ്ടല്ലേ, ഉണ്ടോ? ഇതോ പോകുന്നുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തേക്കുവാണ്. ഞാൻ കുളിയൊക്കെ പാസ്സാക്കി കേട്ടോ. കുളിക്കുന്ന സമയത്ത് അവിടെ നല്ല മഴയായിരുന്നു. അതുകൊണ്ടാണ് ക്യാമ് പുറത്തെടുത്ത് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. അപ്പം താഴെ ഒന്ന് കണ്ട് കാണിച്ചു തരാം. നമ്മുടെ ഫ്രണ്ട്സെല്ലാം എപ്പോഴും അവിടെ ഉണ്ട്. ഞാൻ കയറി മേളിൽ പോയിട്ട് അവിടെ കുന്നിൻ്റെ വ്യൂ പോയിൻ്റ് അവിടെ പോയിട്ട് സൺസെറ്റ് കാണാൻ പറ്റുമെങ്കിൽ സൺസെറ്റ് ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു ഇവിടെ. ഇതെല്ലാം പ്ലാന്റേഷനാണ്, എസ്റ്റേറ്റാണ്. എസ്റ്റേറ്റിൻ്റെ അകത്തുള്ള റോഡാണിത്. അതും എല്ലാം പ്ലാന്റേഷനാണ്. ഇവിടെയൊക്കെ ഈ കാണുന്നതാണ് നമ്മൾ കുളിച്ച തോട്. ഇവിടെ നല്ലൊരു ആംബിയൻസാണ് ഇവിടെ അങ്ങനെ പുറത്തുനിന്നൊന്നും ആരും വരത്തില്ല. മോസ്റ്റ്ലി ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ വരുന്നതാണ് സേഫ്. അല്ലാതെ വേറെ പുറത്തുനിന്ന് ഔട്ട്സൈഡേഴ്സ് ആരും വരത്തില്ല. നമുക്കറിയാവുന്നവർ മാത്രമേ ഇവിടെ കാണത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാതല്ല സൗണ്ട്, ഇവിടുത്തെ കാര്യങ്ങളുമല്ല. ഇവിടെ വണ്ടി കാറൊക്കെ വരുന്നതിന് വലിയ വിഷയമൊന്നുമില്ല. ജീപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് നേരെ ഇത് ക്രോസ് ചെയ്ത് മേളിലോട്ട് പോവാം. ഇത് ക്രോസ് ചെയ്ത് തോട് ക്രോസ് ചെയ്ത് നമുക്ക് മേളിൽ പോയി അപ്പുറത്തും കുറേ ഏരിയ ഉണ്ട്. ഇതുപോലെ തന്നെ ഈ ആറ് കണക്ട് ചെയ്ത്, ഈ തോട് കണക്ട് ചെയ്ത് വരുന്ന ഏരിയ, ഈ തോട് കണക്ട് ചെയ്യുന്ന ഏരിയ അവിടെ ഉണ്ട്. അവിടെയും നമുക്ക് വേണമെങ്കിൽ പോയി കുക്കിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞങ്ങൾ നേരത്തെ ഇവിടെ ഒന്ന് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നു, പുള്ളി ഇപ്പോൾ ഇവിടെ ഇല്ല. പുള്ളി എടുത്ത് പോയേക്കാണ്. നമ്മളിവിടെ കൊണ്ടാക്കിയിട്ടാണ് പുള്ളി പോയത്. ഇല്ല, ഇവിടെ നല്ല മഴയായിരുന്നപ്പോൾ അടിപൊളിയായിരുന്നു. ഇവിടെ മഴയത്ത് കിടന്ന് കുളിക്കാൻ എല്ലാവരും ഒരു രസമാണ്. ഇല്ല, അവരൊന്നും ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ നമ്മളിവിടുന്ന് മേളിലോട്ട് പോവാണ്. അവരിപ്പോൾ ഇറങ്ങും. നമ്മൾ മേളിലോട്ട് പോയി വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് പറ്റുമെങ്കിൽ സൺസെറ്റ് കാണാം. സൺസെറ്റ് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. സൺസെറ്റ് ഒന്ന് കണ്ട് തിരിച്ചിറങ്ങാനാണ് പ്ലാൻ. അപരിചിതമായിട്ട് നമ്മുടെ ഒരു കൂട്ടുകാരനെയും അവൻ്റെ പെറ്റിനെയും കണ്ടാണ്.
പിന്നെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല, പട്ടിയെ കണ്ടുകൊണ്ടാണ് നോക്കിയത്. അപ്പോഴാണ് നമ്മുടെ ഫ്രണ്ടിനെ കണ്ടത്. പട്ടിയെ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഫ്രണ്ട്. കാണുന്നുണ്ടോയെന്ന് മനസ്സിലാക്കില്ല. പുള്ളിയുടെ പേര് ആശിക്കുന്നതാണ്. പുള്ളിയുടെ ഡോഗാണിത്. പേരെങ്ങനെയായിരുന്നു? റെക്സ ഇല്ലയോ? 15 മാസമായി. 9 മാസം. അടുത്തോട്ട് പോകാൻ എനിക്ക് പേടിയാണ്. ഇതിനെ എനിക്ക് തീരെ പരിചയമില്ലാത്തതുകൊണ്ട് അടുത്തോട്ട് പോകാൻ ഇച്ചിരി പേടിയാണ്. ആള് നമ്മൾ വന്നപ്പോൾ തന്നെ പൊട്ടിച്ചുകൊണ്ട് ഓടാനുള്ള ഇതിലാണ് നിന്നിരുന്നത്. ആദ്യം നമ്മളങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇറങ്ങുക, ഞാൻ വിളിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം. ഓക്കെ. ഉരുണ്ട് വന്ന പാറയല്ലേ? ആദറ അവിടെ കാടല്ലേ? ഇവിടെ കാടാണ്. ഇപ്പോഴാണ് ഈ ഇപ്പൊ കുറച്ച് വെളിച്ചം കാണുന്നത്. ഈ സൈഡിൽ എന്തേ ഇവിടുത്തെ വ്യൂ ആണിത്. ഉണ്ടല്ലേ? വ്യൂ ആണ് ഇവിടുത്തെ. ഇതാണ് നമ്മൾ പറഞ്ഞ വ്യൂ പോയിന്റ്. ഇതിന്റെ പേര് മത്താപ്പ്. എന്തോടാ പറയുന്നത്? മത്താപ്പ് എന്തുവാടാ? മത്താപ്പ് എന്നാണോടാ? മത്താപ്പെന്നല്ലയോ? ഒന്നും പറയാം, നമുക്കറിയത്തില്ലേ. ഈ സ്ഥലത്തിന്റെ പേരെന്താ? മാമ്പഴത്തറ വ്യൂ പോയിന്റ്. ഇത് നെടുമ്പാറ. ഇവിടുന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ നെടുമ്പാറ എത്തും. ഇതാണ് നമ്മുടെ വ്യൂ പോയിന്റ്. വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ, അടിപൊളിയാണ്. ഇവിടെ ഒന്ന് എല്ലാം വണ്ടി പാർക്ക് ചെയ്യാം. ഇവിടെ എല്ലാവർക്കും വണ്ടി പാർക്ക് ചെയ്ത് കാണാൻ പറ്റുന്ന സ്ഥലമാണ്. നോക്കിയാൽ അങ്ങോട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ കിടിലം പറ്റിയ സ്ഥലമാണ്. അപ്പം ഇവിടെ സൺസെറ്റ് ഇവിടെ അധികം കാണാൻ ഒക്കത്തില്ല, പക്ഷേ ഈ ഒരു ഫീലുണ്ടല്ലോ, അത് ഒരു രക്ഷയില്ലാത്ത ഫീലാണ്. നമ്മുടെ ഫ്രണ്ട്സൊന്നും അമ്മമാരൊന്നും എത്തിയിട്ടില്ല. അമ്മമാരൊക്കെ ഇപ്പം വരും. കുറച്ച് ടൈം കഴിയുമെന്ന് തോന്നുന്നു. നോക്കട്ടെ, അമ്മമാർ കയറി വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇരുട്ടുമായിരിക്കും. ഈ ഒരു മൂഡുണ്ടല്ലോ, ഈ ഒരു ആംബിയൻസ് എന്തായാലും പോയി കിട്ടും അന്നേരത്തേക്ക്. എന്താ ഒരു ഫീല്. ഇവിടെ മെയിൻ എന്ന് പറഞ്ഞാൽ എവിടെയും കയറിപ്പോണ്ട ആവശ്യമില്ല. വണ്ടി വരുന്ന സ്ഥലത്ത് തന്നെയാണ്. വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ ഇറങ്ങുമ്പോൾ വ്യൂ പോയിൻ്റാണ്. ഓക്കെ, ഇവിടുന്ന് നമ്മുടെ ഫുള്ള് ഇരുട്ടിയിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ. അവരും കൂടെ വന്നിട്ടേ പോകുന്നുള്ളൂ. നമ്മളിനി തിരിച്ച് കറങ്ങി പോകാമെന്നാണ് പറയുന്നത്. കഴുതുരുട്ടി വഴി ഇറങ്ങി പോകണമെന്നാണ്. വന്ന വഴിയല്ല, വേറെ റൂട്ട് പോകണമെന്ന് പറയുന്നത്. നോക്കട്ടെ, എന്തായാലും ഇവിടുന്ന് ഇപ്പം ഇരുട്ടിയിട്ട് ഇറങ്ങുന്നുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളപ്പം ജസ്റ്റ് ഇവിടുന്ന് വൈകുന്നേരം വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ വന്നെന്ന് മാത്രമേ ഉള്ളൂ. ഫ്രണ്ട്സൊക്കെ ഇരുന്നപ്പം ചുമ്മാ ഒരു വൈബ് കിട്ടാൻ വേണ്ടി വന്നതേ ഉള്ളൂ. പക്ഷേ അടിപൊളി ഒരു മൂഡായിരുന്നു. മഴയൊക്കെ പെയ്ത് അവിടെ കുളിച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു ഫീലുണ്ട്. പിന്നെ ഇവിടുത്തെ ആ സൺസെറ്റും കാര്യങ്ങളെല്ലാം കിടിലമായിരുന്നു. അത് കഴിഞ്ഞ് ഏകദേശം ആ ഒരു സൺസെറ്റിൻ്റെ കാര്യങ്ങളെല്ലാം തീർന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിച്ചിറങ്ങി പോവുകയാണ്. നമ്മൾ തിരിച്ച് വന്ന വഴിയല്ല, വേറൊരു റൂട്ട് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ വെളിയിലുള്ളവർക്കൊന്നും ആർക്കും അധികം അറിയാവുന്ന ഒരു പ്ലേസൊന്നുമല്ല. നമ്മുടെ ഇവിടെ ഉള്ളവർക്കൊക്കെ, പരിസരവാസികൾക്കും ഈ ജില്ലയിലുള്ളവർക്കൊക്കെ കൂടുതലും അറിയത്തുള്ളൂ. അങ്ങനെ പുറത്തുനിന്നുള്ളവർക്കൊന്നും അധികം അറിയാവുന്നൊരു ഏരിയ അല്ല. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മേളിലൊക്കെ നമുക്ക് പോകാം കേട്ടോ. ആ ടോപ്പിലൊക്കെ നമുക്ക് ട്രെക്കിങ് ആയിട്ട് കയറി പോകാം. ഇവിടെ ഉള്ളവരൊക്കെ കയറി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മേളിൽ. അപ്പോൾ ഒരു ദിവസം നമുക്ക് എന്തായാലും ചെയ്യാം. നമുക്ക് അതിൻ്റെ മേളിൽ പോയിട്ട്, ഇവിടെ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവൻ്റെ കൂടെ നമുക്ക് മേളിൽ പോയിട്ടൊരു വീഡിയോ ചെയ്യാം നമുക്ക് എന്തായാലും.
അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ I should fuck her in a Benz.